ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന ഘടകം ഇത് സംബന്ധിച്ച് ഇതിനകം തന്നെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി ഡിവൈഎഫ്ഐ ആർഎസ്എസിനെ തുറന്നു കാണിക്കുന്ന ക്യാമ്പയിൻ നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയത്ത് വിപുലമായൊരു ക്യാമ്പയിൻ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ഈ മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരന്റെ വീഡിയോ തന്നെ പുറത്തു വന്നത്. ആ വീഡിയോ ഞെട്ടിപ്പിക്കുന്നതാണ്. ആർഎസ്എസ് ദുരൂഹതകൾ നിറഞ്ഞൊരു സംഘടനയാണ്. നിങ്ങൾ ആർഎസ്എസിന്റെ ഏതെങ്കിലും നേതാക്കളെ പുറത്ത് കാണാറുണ്ടോ? അവർ എക്സ്പോസ് ചെയ്യപ്പെടാറുണ്ടോ? ആർഎസ്എസിന്റെ ശാഖകളിൽ നടക്കുന്ന കാര്യങ്ങൾ അതീവ ദുരൂഹതയായി അവർ മറച്ചു നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആർഎസ്എസിന്റെ ശാഖയെ സംബന്ധിച്ചും അതിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു സോഷ്യൽ ഓഡിറ്റും അവർ ഒരിക്കലും സമൂഹത്തിന് മുമ്പിൽ വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ, പ്രത്യേകിച്ചും വളരെ ട്രാൻസ്പെറന്റായ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർഎസ്എസ് നിഗൂഢതകൾ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടാനുള്ളത്. ഒന്ന്, ആർഎസ്എസിന്റെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തോട് നിലപാട് പറയാൻ തയ്യാറാകണം. ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ മരണത്തിലേക്കെത്തിയ സംഭവത്തിൽ പോലീസിന്റെ ശക്തമായ അന്വേഷണം തുടരുന്നുണ്ട്. ആ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കേരളത്തിലെമ്പാടും ശക്തമായ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി ശ്രമിക്കും. അല്ല, അത് തന്നെയാണ് പുറത്തു വന്ന വീഡിയോ. ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് അത്. കേരളം കണ്ടു കഴിഞ്ഞ വീഡിയോ ആണ് അത്. ഞെട്ടിപ്പിക്കുന്നതാണ്. ആർഎസ്എസിൽ തുടരുന്ന നിഗൂഢതകളാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ്. അപ്പോൾ എന്തിനാണ് ആർഎസ്എസ് എന്ന് പറയുന്ന സംഘടന നിഗൂഢമായി തുടരുന്നത്? നിങ്ങൾക്ക് എറണാകുളത്തെ മാധ്യമപ്രവർത്തകരാണ്. എറണാകുളത്തെ എത്ര ആർഎസ്എസ് നേതാക്കളെ നിങ്ങൾക്കറിയാം. എന്തിനാണ് ആർഎസ്എസ് ഈ ഒളിമറയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്? അപ്പോൾ എപ്പോഴും ഒരു നിഗൂഢത കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ആർഎസ്എസിന്റെ നേതാക്കളെ എത്ര പേർക്കറിയാം? നിങ്ങൾ ആർഎസ്എസിന്റെ എത്ര വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്? അപ്പൊ എന്തിനാണ് ഈ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നത്? അതിനുള്ളിൽ അടിമുടി ദുരൂഹതയുണ്ട്. ആ ദുരൂഹതകളിലെ ഒരു അംശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ല, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആരാധനാലയങ്ങൾ വിശ്വാസികളുടെ ഇടമാണ്. ആർഎസ്എസ് പൊളിറ്റിക്കൽ ഇന്റൻഷനോട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവർ രാഷ്ട്രീയ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ ഇടങ്ങളായി ഒരു കാരണവശാലും ഒരാരാധനാലയങ്ങളും മാറാൻ പാടില്ല. അത് ക്ഷേത്രങ്ങളെന്നല്ല, ഒരാരാധനാലയങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഇടമായി മാറാൻ പാടില്ല. അത് വിശ്വാസികളുടെ സ്ഥലമാണ്. അതിനെ ആ നിലയിലാണ് അതിനെ കാത്തുസൂക്ഷിക്കേണ്ടത്. ആർഎസ്എസിനോ വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണൽ ഓർഗനൈസേഷനോ, ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണൽ ഓർഗനൈസേഷൻ, വർഗീയ സംഘടനകൾക്കോ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. അവരുടേതെല്ലാം പൊളിറ്റിക്കൽ പ്രോജക്റ്റുകൾ മാത്രമാണ്.